ഉയരച്ചന്തത്തിന്റെ പേരിൽ കേരളത്തിലെ നിരവധി ആനപ്രേമികളുടെ പ്രിയങ്കരനായിരുന്ന ഗജരാജൻ മംഗലാംകുന്ന് അയ്യപ്പൻ വിടവാങ്ങി. അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. പാലക്കാട് മംഗലാംകുന്ന് ആനത്തറവാട്ടിലെ കൊമ്പനായ അയ്യപ്പന് കേരളത്തിലുടനീളം ഒരുപാട് ആരാധകരുണ്ട്. ആനക്കമ്പക്കാരുടെ മാത്രമല്ല, വിഖ്യാതരായ ഫോട്ടോഗ്രാഫർമാരുടെ കൂടി പ്രിയ താരമായിരുന്നു മംഗലാംകുന്ന് അയ്യപ്പൻ. തലയെടുപ്പോടുകൂടിയുള്ള അയ്യപ്പന്റെ നിൽപ്പ് ആരും മതിമറന്ന് നോക്കി നിന്നു പോകുന്ന നിൽപ്പായിരുന്നു. തികഞ്ഞ ആനച്ചന്തത്തിന്റെ ഉയരച്ചന്തത്തിന്റെ ദൃഷ്ടാന്തമായി വ്യത്യസ്തനായി ഈ കൊമ്പൻ നിലകൊണ്ടിരുന്നു. പാദരോഗത്തെ തുടർന്നാണ് അയ്യപ്പൻ അവശനായത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തീറ്റയും വെള്ളവും എടുത്തിരുന്നില്ല. തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയോടെ ചെരിയുകയായിരുന്നു. തൃശൂർ പൂരം, ആറാട്ടുപുഴ പൂരം, ഇത്തിത്താനം, ഗജമേള, ആനയടിപ്പൂരം തുടങ്ങിയ പ്രധാന ഉത്സവങ്ങളിലെല്ലാം അറിയപ്പെടുന്ന തിടമ്പാനയായിരുന്നു അയ്യപ്പൻ. ഗജരാജ വൈഡൂര്യം എന്ന പട്ടവും മംഗലാംകുന്ന് അയ്യപ്പന് ലഭിച്ചിട്ടുണ്ട്. മംഗലാംകുന്ന് കർണന്റെ വിയോഗത്തിനു പിന്നാലെ അയ്യപ്പന്റെയും വിടവാങ്ങൽ ലക്ഷണമൊത്ത കൊമ്പന്മാരുടെ അഭാവത്തിലേക്ക് കേരളത്തെ നയിക്കുകയാണ്. ഭാവിയിൽ പൂരചിന്തത്തെ കൂടി ബാധിക്കാവുന്ന തരത്തിലാണ് ലക്ഷണമൊത്ത കൊമ്പന്മാരുടെ വിയോഗ വാർത്തകൾ എത്തുന്നത്. എഴുന്നള്ളിപ്പാനകളിലെ താരത്തിന് 305 സെന്റിമീറ്ററാണ് ഉയരം. കൂടാതെ നല്ല തലപ്പൊക്കവും. കലിയുഗവരദനായ ശ്രീധർമ്മശാസ്താവിന്റെ നാമധേയത്തോടെ സർവരും അറിയുന്ന ഗജശ്രേഷ്ഠൻ. ഗജരത്നം, ഗജരാജ വൈഡൂര്യം, മംഗലാംകുന്ന് അയ്യപ്പൻ. ആനച്ചന്തത്തിൽ മംഗലാംകുന്ന് ചെട്ടിയാരുടെ ഗജസമ്പത്തിൽ മുൻപൻ. അഴകുകൊണ്ടും അളവുകൊണ്ടും നിലവുകൊണ്ടും കേരളക്കരയാകെ തന്റെ കാൽ കീഴിലാക്കാൻ പോന്ന ആൺപിറപ്പ്. താൻ ചെല്ലുന്ന പൂരനഗരികളെ മുഴുവൻ അഴകെന്ന വൈഡൂര്യശോഭയാൽ പ്രഭാപൂരിതമാക്കാൻ ഇവനെ കൊണ്ടേ സാധിക്കൂ. ഏതൊരു പൂരത്തിനും ഇവന്റെ മാസ്മരിക ഭംഗി ആസ്വദിക്കാൻ ജനങ്ങൾ ഏറെയാണ്. 2006-2007 തൃശൂർ പൂരത്തിന് പാറമേക്കാവ് വിഭാഗത്തിന്റെ തിടമ്പേറ്റിയതോടെയാണ് അയ്യപ്പന്റെ താരപരിവേഷം കൂടിയത്. 2009-ലെയും 10-ലെയും 11-ലെയും ചെറായി തലപ്പൊക്ക മത്സരത്തിൽ വിജയിയായിട്ടുണ്ട്. 1992 ബീഹാറിലെ സോൺപൂർ മേളയിൽ നിന്നാണ് മംഗലാംകുന്ന് സഹോദരർ അയ്യപ്പനെ കണ്ടെടുക്കുന്നത്. 25 വയസ്സിൽ താഴെയായിരുന്നു അന്ന് പ്രായം. അന്ന് മോട്ടി ശിങ്കാർ എന്നറിയപ്പെട്ട ഈ ആനയുടെ ഉയരം 9.25 അടിയായിരുന്നു. സാമാന്യത്തിലധികം വിരിഞ്ഞുയർന്ന തലക്കുന്നി, വീണ്ടെടുത്തത് എന്ന് പറയാവുന്നതല്ല എങ്കിലും ഭംഗിയുള്ള കൊമ്പുകൾ, നീളമുള്ള തുമ്പിക്കൈ, കുറച്ച് വെള്ളനിറമാർന്ന രോമങ്ങളോടുകൂടിയ വാൽ, ഇതെല്ലാമാണ് അയ്യപ്പൻ എന്ന ആനയുടെ സൗന്ദര്യ തികവ്. കേരളത്തിലെത്തിയ ആദ്യ നാളുകളിൽ ഒരൽപ്പം ചൂടനായിരുന്നെങ്കിലും അയ്യപ്പൻ ശാന്തനായിരുന്നു. ചിങ്ങം മുതൽ തുലാം വരെയാണ് മദപ്പാട് കാലം. ഇക്കാലം കഴിഞ്ഞാൽ തികഞ്ഞ ശാന്തനാണ് ആനയെന്ന് മംഗലാംകുന്ന് സഹോദരർ പറയുന്നു. സിനിമാ താരമാണ് മംഗലാംകുന്ന് അയ്യപ്പൻ. കേരളത്തിലും തമിഴകത്തും ഒട്ടനവധി സിനിമകളിൽ നായകന്മാർക്കൊപ്പം വിലസിയിട്ടുണ്ട്. തമിഴിൽ ശരത് കുമാറിനൊപ്പം നട്ടമയിലും, സാക്ഷാൽ രജനിക്കൊപ്പം മുത്തുവിലും, ജയറാമിനൊപ്പം ആനച്ചന്തം ഉൾപ്പെടെ മലയാളത്തിലും ഒട്ടേറെ സിനിമകൾ. പെരുമേറിയ മംഗലാംകുന്ന് ആനത്തറവാട്ടിൽ ഗജസമ്പത്ത് കുറയുകയാണ്. ചെരിഞ്ഞ അയ്യപ്പൻ ഉൾപ്പെടെ കഴിഞ്ഞ 4 വർഷത്തിനിടെ തലയെടുപ്പുള്ള 6ഓളം ഗജവീരന്മാരെയാണ് തറവാടിന് നഷ്ടമായത്. ഒരു ഘട്ടത്തിൽ 18 ആനകൾ വരെ ഉണ്ടായിരുന്ന പ്രശസ്തമായ ആനത്തറവാടാണിത്. ഗുരുവായൂർ ദിവസം കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആനകൾ ഉണ്ടായിരുന്നത് മംഗലാംകുന്നിലാണ്. ആരോഗ്യ പ്രശ്നങ്ങളും പ്രായാധിക്യവും ബാധിച്ച് കൊമ്പന്മാർ പലരും ഓർമ്മയായി മാറുകയായിരുന്നു. ലക്ഷണ തികവുകളുടെ അവസാന വാക്കെന്ന വിശേഷണം സ്വന്തമായിരുന്ന മംഗലാംകുന്ന് ഗണപതിയും വിജയനും കൃഷ്ണൻകുട്ടിയും ഗുരുവായൂരപ്പനും അരവിന്ദനും ചെരിഞ്ഞത് കഴിഞ്ഞ കാലങ്ങളിലാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ.